മക്കയുടെ വിജയം ലോകം സാക്ഷ്യം വഹിച്ച ഏറ്റവും വലിയ സമാധാനപരമായ കീഴടക്കലിനു ശേഷം അറബ് ഉപദ്വീപിൽ ഇസ്ലാമിന്റെ പ്രകാശം അതിവേഗം പരക്കുകയായിരുന്നു. ഈ പുതിയ ശക്തിയെ ഭയക്കുകയും തങ്ങളുടെ അധികാരം നഷ്ടപ്പെടുമെന്ന് ആശങ്കപ്പെടുകയും ചെയ്ത് ഹവാസിൻ, ദക്കീഫ് തുടങ്ങിയ ഗോത്രങ്ങൾ മുസ്ലിങ്ങളെ ആക്രമിക്കാൻ രഹസ്യമായി ഒരുങ്ങി. മുസ്ലിങ്ങളെ അവരുടെ മണ്ണിൽ വെച്ച് നശിപ്പിക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. സ്ത്രീകൾ, കുട്ടികൾ, കന്നുകാലികൾ, സമ്പത്ത് എന്നിവയെല്ലാം അവർ തങ്ങളുടെ സൈന്യത്തിന് പിന്നിൽ അണിനിരത്തി. പരാജയപ്പെടാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന സന്ദേശം നൽകി. ഈ നീക്കം അറിഞ്ഞപ്പോൾ ഹിജ്റ 8-ാം വർഷം മക്കയ്ക്കും ത്വാഫിനും ഇടയിലുള്ള ഹുനൈൻ താഴ്വരയിലേക്ക് മുസ്ലിം സൈന്യം പുറപ്പെട്ടു. ഇവിടെയാണ് ആദ്യത്തെ വലിയ പാഠം. ആദ്യമായിട്ടായിരുന്നു മുസ്ലിം സൈന്യം 12,000 പേരുടെ വലിയൊരു സംഘമായി യുദ്ധത്തിന് പോകുന്നത്. സൈന്യത്തിന്റെ വലുപ്പം കണ്ട ചില പുതിയ മുസ്ലിങ്ങളിൽ നമ്മൾ ഇന്ന് തോൽക്കില്ല എന്നൊരു അഹങ്കാരം ഉടലെടുത്തു. വിജയം എണ്ണത്തിലല്ല, അള്ളാഹുവിലുള്ള വിശ്വാസത്തിലാണ് എന്ന് അവിടുന്ന് പലപ്പോഴും ഓർമ്മിപ്പിച്ചിട്ടുള്ളതാണ്. ആ വലിയ സൈന്യത്തെ നയിച്ചുകൊണ്ട് ഭാവിയെക്കുറിച്ച് തികഞ്ഞ ബോധ്യമുള്ള ഒരു നേതാവ് മുന്നിൽ നടന്നു. പ്രഭാതത്തിന് തൊട്ടു മുമ്പ് സൈന്യം ഇരുട്ട് നിറഞ്ഞ ഹുനൈൻ താഴ്വരയിലേക്ക് പ്രവേശിച്ചു. യുദ്ധതന്ത്രങ്ങളിൽ വിദഗ്ധരായ ഹവാസിൻ ഗോത്രക്കാർ താഴ്വരയുടെ ഇടുങ്ങിയ ഭാഗങ്ങളിൽ ഒളിച്ചിരുന്നു. മുസ്ലിം സൈന്യം പൂർണ്ണമായും ഉള്ളിലെത്തിയപ്പോൾ ആയിരക്കണക്കിന് അമ്പുകൾ വർഷിച്ച് മിന്നലാക്രമണം നടത്തി. അപ്രതീക്ഷിതമായ ഈ ആക്രമണം മുസ്ലിം സൈന്യത്തെ ഞെട്ടിച്ചു. ആശയക്കുഴപ്പവും ഭയവും കാരണം 12,000 പേരിൽ ഭൂരിഭാഗം പേരും യുദ്ധക്കളത്തിൽ നിന്ന് ചിതറി ഓടി. പലരും തങ്ങളുടെ നേതാവിനെ തനിച്ചാക്കി. ഇതൊരു വലിയ പ്രളയം പിൻവാങ്ങുന്നത് പോലെയായിരുന്നു. ഭീകരമായ ആ കാഴ്ചയിൽ ശത്രുക്കൾ ആർത്തുചിരിച്ചു. ആ ഭീകരമായ നിമിഷത്തിലും യുദ്ധക്കളത്തിൽ നിന്ന് ഒരടി പോലും മാറാതെ തന്റെ വെള്ള കഴുതപ്പുറത്ത് ഉറച്ചുനിന്ന ഒരേയൊരു വ്യക്തി മാത്രം അവിടെ ഉണ്ടായിരുന്നു. മനുഷ്യരിൽ ധീരതയുടെ പാരമ്യം എന്തെന്ന് ലോകത്തോട് വിളിച്ചു പറയുന്ന ആ അചഞ്ചലമായ നിമിഷത്തിൽ അവിടെ ഒരാൾ മാത്രം കുടുങ്ങിയില്ല. അക്ഷരാർത്ഥത്തിൽ മരണത്തെ സ്വന്തം കണ്ണുകൊണ്ട് നോക്കിക്കണ്ട് മുന്നോട്ട് മാത്രം നീങ്ങിയ ആ ധീരൻ മറ്റാരുമായിരുന്നില്ല. അതായിരുന്നു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹമായിരുന്നു അള്ളാഹുവിന്റെ അന്തിമ ദൂതൻ, അന്ധകാരത്തെ പ്രകാശത്തിലേക്ക് നയിക്കാൻ നിയോഗിക്കപ്പെട്ടവൻ. തന്റെ ചുറ്റും വിരലിൽ എണ്ണാവുന്ന ചില വിശ്വസ്തരായ സ്വഹാബികൾ മാത്രമാണ് അവശേഷിച്ചത്. യുദ്ധത്തിന്റെ നിയമങ്ങൾക്കും ഭയത്തിന്റെ സാധാരണ അളവുകൾക്കും അപ്പുറമായിരുന്നു അവിടുത്തെ ആത്മവിശ്വാസം. ശത്രുക്കൾ അദ്ദേഹത്തെ ലക്ഷ്യമാക്കി അടുത്തു വന്നപ്പോൾ പോലും അവിടുന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഞാൻ പ്രവാചകനാണ്, അതിൽ കളവില്ല, ഞാൻ അബ്ദുൽ മുത്തലിബിന്റെ മകനാണ്. ഇത് നബിയുടെ അചഞ്ചലമായ ധീരതയുടെ പ്രഖ്യാപനമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലയുടെ ധീരതയുടെ തീവ്രത എത്രത്തോളമാണെന്ന് മനസ്സിലാക്കാൻ വലിയ യുദ്ധങ്ങൾ തന്നെ നടക്കണമായിരുന്നു. വലിയ യുദ്ധങ്ങൾ നടക്കുമ്പോൾ പോലും ധീരരായ സ്വഹാബികൾക്ക് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലയുടെ പിന്നിൽ അഭയം തേടേണ്ടി വന്നിട്ടുണ്ട് എന്ന് അലി റളിയല്ലാഹു അൻഹു പിൽക്കാലത്ത് പറയുകയുണ്ടായി. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലയുടെ സ്ഥാനം യുദ്ധക്കളത്തിലെ ഏറ്റവും സുരക്ഷിതമായ കോട്ടയായിരുന്നു. ചിതറിപ്പോയ മുസ്ലിം സൈന്യത്തെ തിരികെ വിളിക്കാൻ അവിടുന്ന് തന്റെ വിശ്വസ്തനും ഉച്ചത്തിൽ സംസാരിക്കുന്നവനുമായ സഹോദരൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ ചുമതലപ്പെടുത്തി. അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ആർത്തനാദം താഴ്വരയിൽ മുഴങ്ങി. അത് കേട്ട് ധൈര്യം വീണ്ടെടുത്ത സ്വഹാബികൾ ലബ്ബൈക് ലബ്ബൈക് എന്ന് പറഞ്ഞ് യുദ്ധക്കളത്തിലേക്ക് തിരിച്ചെത്തി. ലബ്ബൈക് ലബ്ബൈക് എന്നതിന്റെ മലയാളം അർത്ഥമാണ് ഞാനിതാ വന്നിരിക്കുന്നു. മുസ്ലിം സൈന്യം വീണ്ടും ഒരുമിച്ചപ്പോൾ അള്ളാഹുവിന്റെ സഹായത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പിടി മണ്ണെടുത്ത് ശത്രുക്കളുടെ നേർക്കെറിഞ്ഞു. ആ മണ്ണ് ശത്രുക്കളുടെ കണ്ണുകളിൽ പതിക്കുകയും അവർക്ക് യുദ്ധക്കളം കാണാൻ കഴിയാതെ ആവുകയും ചെയ്തു. ശത്രുക്കൾ ഭയന്ന് ചിതറി ഓടി. അങ്ങനെ താൽക്കാലികമായി സംഭവിച്ച പരാജയം ഹുനൈൻ യുദ്ധത്തിൽ മുസ്ലിങ്ങൾക്ക് അന്തിമ വിജയമായി മാറി. ഈ യുദ്ധത്തെക്കുറിച്ചും സൈന്യത്തിന്റെ എണ്ണം കണ്ട് അഹങ്കരിച്ചതിനെക്കുറിച്ചും അള്ളാഹുവിന്റെ സഹായം ലഭിച്ചതിനെക്കുറിച്ചും ഖുർആനിലെ സൂറത്ത് തൗബയിൽ വ്യക്തമായി പറയുന്നുണ്ട്. ഇത് മുസ്ലിങ്ങൾക്കുള്ള ഒരു വലിയ പാഠമായിരുന്നു. വിജയം എപ്പോഴും അള്ളാഹുവിന്റെ സഹായം കൊണ്ട് മാത്രമാണ്. ഒരു പോരാളി എന്ന നിലയിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലക്ക് തുല്യനായി മറ്റൊരാൾ ഉണ്ടായിരുന്നില്ല. ഏറ്റവും അപകടകരമായ യുദ്ധങ്ങളിൽ പോലും അദ്ദേഹം മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു, ശത്രുക്കൾക്ക് അടുത്ത്. അതും ഒരു കവചത്തിന്റെയോ പരിചയുടെയോ ആവശ്യമില്ലാതെ. മനുഷ്യ സമൂഹത്തിന് മാർഗദർശിയായ ആ മഹാൻ യുദ്ധകളത്തിൽ ധീരതയുടെയും വിശ്വാസത്തിന്റെയും പ്രതീകമായിരുന്നു. ദിസ് ഈസ് പ്രൊഫറ്റ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം.